കണ്ണൂരുകാരിയായ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യ കൊട്ടിയൂർ ദർശനം ഇന്ന് നടത്തി. എന്തോ ഇത്രയും വർഷങ്ങളായി ആ ഭാഗത്തേക്കുള്ള പോക്ക് എനിക്ക് നടന്നിട്ടില്ല. പണ്ട് അമ്മമ്മയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊട്ടിയൂരെത്തണമെങ്കിൽ കൊട്ടിയൂരപ്പൻ തന്നെ വിളിക്കണം. അതെത്രയോ ശരിയാണ് എൻ്റെ കാര്യത്തിൽ. ഈ വർഷം സാഹചര്യം ഒത്തുവന്നു, ഞാൻ പോയി. ബാവലിപ്പുഴയിൽ മുങ്ങി അവിടുത്തെ കല്ലെടുത്ത് ഉരച്ച് അത് നെറ്റിയിൽ ചാർത്തിയാണ് ഞാൻ പോയത്. ഈ കല്ലുരക്കലുമായി ബന്ധപ്പെട്ട് പല പല കഥകൾ കേട്ടിട്ടുണ്ട്. ഇത് ഉരച്ച് ലഭിക്കുന്ന കുറിയുടെ നിറമനുസരിച്ചാണ് നമ്മുടെ ദൈവപ്രീതി മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ. ഞാൻ ഉരച്ച സമയത്ത് എനിക്ക് ലഭിച്ചത് ചന്ദനത്തിൻ്റെ നിറമുള്ള കുറിയാണ്. അത് നെറ്റിയിൽ ചാർത്തിയാണ് ഞാൻ തൊഴാൻ വേണ്ടി പോയത്. ചിലർക്ക് കറുത്ത നിറത്തിലുള്ള കുറി കിട്ടാറുണ്ട്, ചുവന്ന നിറത്തിൽ കിട്ടാറുണ്ട്, ഭസ്മ നിറത്തിൽ കിട്ടാറുണ്ട് എന്നൊക്കെ. ഭസ്മ നിറത്തിലൊക്കെയുള്ള കുറിയാണ് ലഭിക്കുന്നതെങ്കിൽ ശിവൻ്റെ അനുഗ്രഹമുള്ളവരാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തോ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ഐതിഹ്യങ്ങളല്ലേ, ഞാനതൊക്കെ വിശ്വസിക്കുന്നു. അമ്പലവുമായി ബന്ധപ്പെട്ട് പല പല ഐതിഹ്യങ്ങളുണ്ടാവാം. അത് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ടാവാം, വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ടാകാം. വിശ്വസിക്കുന്നവർ അതിലൊക്കെ വിശ്വസിക്കട്ടെ, അത് അവരുടെ വിശ്വാസമല്ലേ. അല്ലാത്തവർ വിശ്വസിക്കണ്ട. പിന്നെ അതിന് വെറുതെ തർക്കങ്ങളും കാര്യങ്ങളൊന്നുമായി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ ഓരോ ജീവിതം.